നമസ്കാരം. ഗുരുവായൂരപ്പന്റെ അനന്തമായ കൃപയാൽ ഇന്നത്തെ ഈ ദൈവിക സന്ദേശ വീഡിയോയിലേക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്ന ഈ വീഡിയോ സാധാരണ ഒരു വീഡിയോ അല്ല. ഇത് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒരു ദൈവിക സൂചനയായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങൾ ഉണ്ടാകും. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ നടക്കാത്ത സമയങ്ങൾ, എത്ര പ്രാർത്ഥിച്ചാലും ഫലം ലഭിക്കാതെ പോലെ തോന്നുന്ന ദിവസങ്ങൾ. ചിലർക്ക് അത് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും, ചിലർക്ക് കുടുംബത്തിലുള്ള വിഷമങ്ങളായിരിക്കും, ചിലർക്ക് ജോലി, ബിസിനസ്, ഭാവി എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ മനസ്സിൽ ഭാരമായി കിടക്കുന്നുണ്ടാകാം. പക്ഷെ ഒരു സത്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ കാണാതെ തന്നെ, നമ്മൾ അറിയാതെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ അനുഗ്രഹം പലപ്പോഴും അത്ഭുതങ്ങളായി തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു നല്ല വാർത്ത നമ്മളെ തേടിയെത്താം. വർഷങ്ങളായി കാത്തിരുന്ന ഒരു കാര്യം പെട്ടെന്ന് നടക്കാം. അസാധ്യമെന്ന് തോന്നിയിരുന്ന ഒരു പ്രശ്നത്തിന് ഒരു ദിവസം വളരെ എളുപ്പത്തിൽ പരിഹാരം ലഭിക്കാം. ഇതെല്ലാം പലർക്കും ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും ഒരുപക്ഷെ ഒരു സാധാരണ യാദൃശ്ചികത മാത്രമാകണമെന്നില്ല. ചിലപ്പോഴൊക്കെ ദൈവം നമ്മളെ ഒരു പ്രത്യേക സന്ദേശം കേൾപ്പിക്കാൻ ഒരു പ്രത്യേക വഴിയിലൂടെ കൊണ്ടുവരാറുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്തരത്തിൽ ഗുരുവായൂരപ്പൻ നിങ്ങളിലേക്ക് നൽകുന്ന ഒരു ചെറിയ സൂചനയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത്? നിങ്ങൾ ഏറെ നാളായിട്ട് കാത്തിരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഭാഗ്യവാതിൽ തുറക്കാൻ പോകുന്നുണ്ടോ? ഇതെല്ലാം അറിയാനുള്ള ഒരു ചെറിയ ആത്മീയ പരീക്ഷണമാണ് ഇന്നത്തെ ഈ ഒരു തൊടുകുറി വീഡിയോ. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ 3 ദൈവിക ചക്രങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഓരോ ചക്രത്തിനും പിന്നിൽ ഗുരുവായൂരപ്പൻ നൽകുന്ന ഒരു പ്രത്യേക സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാ ആളുകൾക്കും ഒരേ സന്ദേശമല്ല ലഭിക്കുക. കാരണം ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്, പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്, വിധി വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 3 ചക്രങ്ങളിൽ ഓരോന്നിനും പിന്നിൽ വ്യത്യസ്തമായ 3 ദൈവിക സന്ദേശങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഒരു നിമിഷം ശാന്തമായി ഇരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ചിന്തകളും ഒരു നിമിഷം മാറ്റിവയ്ക്കാൻ ശ്രമിക്കുക. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. ഗുരുവായൂരപ്പന്റെ ബാലരൂപം മനസ്സിൽ കാണാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ പുഞ്ചിരിയുള്ള മുഖം, അദ്ദേഹത്തിന്റെ അനുഗ്രഹഭാവം, അദ്ദേഹത്തിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തുന്നുവെന്ന് മനസ്സിൽ ധ്യാനിക്കുക. ശാന്തമായി ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഗുരുവായൂരപ്പ, എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന അനുഗ്രഹം എന്താണെന്ന് എനിക്ക് ഒരു സൂചന നൽകണം. ഈ ഒരു പ്രാർത്ഥന മനസ്സിൽ പറയുക. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കുന്ന ഒരു ചക്രം തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങൾക്ക് 3 ചക്രങ്ങൾ കാണാം. ചക്രം നമ്പർ 1, ചക്രം നമ്പർ 2, ചക്രം നമ്പർ 3. ഇവയിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചക്രം മാത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. വളരെ കൂടുതൽ ആലോചിക്കേണ്ടതില്ല. ആദ്യമായി മനസ്സിലേക്ക് വരുന്ന ചക്രം തന്നെ തിരഞ്ഞെടുക്കുക. കാരണം പലപ്പോഴും നമ്മുടെ ആദ്യമായുള്ള തോന്നലുകൾ തന്നെയാണ് ശരിയായ സൂചന നൽകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചക്രം തിരഞ്ഞെടുക്കുന്നതിനിടയിൽ ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണമേ എന്ന് എഴുതുക. ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിനും എന്നും ഉണ്ടാകട്ടെ. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ 1ാമത്തെ ചക്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഈ ചക്രം തിരഞ്ഞെടുക്കാൻ കാരണമായത് ഒരു സാധാരണ കാര്യമല്ല. പലപ്പോഴും നമ്മൾ ഒരു തിരഞ്ഞെടുപ്പ് ചെയ്യുമ്പോൾ അതിനു പിന്നിൽ ഒരു ദൈവിക ശക്തിയുടെ സൂചന ഉണ്ടാകാറുണ്ട്. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ചക്രം പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. ആദ്യം ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം കാര്യങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടായി പോകുന്നു എന്ന്. നിങ്ങൾ വളരെ ശ്രമിക്കുന്ന ആളായിരിക്കാം, നിങ്ങൾ നല്ല മനസ്സുള്ള ആളായിരിക്കാം. പക്ഷെ അതിന് തക്ക ഫലം പലപ്പോഴും വൈകിയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ വിശ്വസിച്ച ആളുകളിൽ നിന്ന് പോലും നിരാശ അനുഭവപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ ഈ ചക്രം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ കഷ്ടകാലം അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതെ, നിങ്ങൾ വളരെ കാലമായി അനുഭവിച്ചിരുന്ന ചില ബുദ്ധിമുട്ടുകൾ ഇനി പതിയെ പതിയെ കുറയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു നല്ല മാറ്റം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വളരെ നാളായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്.
ചിലർക്ക് അത് ഒരു ജോലിയായിരിക്കാം, ചിലർക്ക് അതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരു അവസരമായിരിക്കാം, ചിലർക്ക് അത് വിദേശത്തേക്കുള്ള അവസരമായിരിക്കാം. ഈ ചക്രം സൂചിപ്പിക്കുന്നത് ഒരു പുതിയ അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനിരിക്കുകയാണ് എന്നതാണ്. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം പലപ്പോഴും നമ്മളെ പരീക്ഷിക്കും. ആ പരീക്ഷണ കാലം കഴിഞ്ഞാൽ മാത്രമാണ് അദ്ദേഹം വലിയ അനുഗ്രഹങ്ങൾ നൽകാറുള്ളത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നത് അത്തരം ഒരു പരീക്ഷണ കാലമായിരിക്കാം. പക്ഷേ ഗുരുവായൂരപ്പൻ പറയുന്നത് ഇതാണ്: നീ വിഷമിക്കേണ്ട, നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. അതിനാൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അടുത്ത 3 മുതൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം കാണാൻ സാധിക്കും. ഇത് ചിലർക്ക് സാമ്പത്തിക പുരോഗതിയായിരിക്കും, ചിലർക്ക് ജോലി ലഭിക്കാനുള്ള അവസരമായിരിക്കും, ചിലർക്ക് കുടുംബത്തിലുണ്ടായിരുന്ന ഒരു വലിയ പ്രശ്നം അവസാനിക്കുന്ന സമയമായിരിക്കും. മറ്റൊരു പ്രധാന സൂചനയും ഈ ചക്രം നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ വ്യക്തി വരാൻ സാധ്യതയുണ്ട്. ആ വ്യക്തി നിങ്ങളെ സഹായിക്കുന്ന ഒരാളായിരിക്കും. ചിലപ്പോൾ അത് ഒരു നല്ല സുഹൃത്തായിരിക്കും, ചിലപ്പോൾ ഒരു സഹപ്രവർത്തകനായിരിക്കും, ചിലർക്ക് അത് ജീവിത പങ്കാളിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ വ്യക്തിയുടെ വരവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് കാരണമാകാം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം വളരെ കാലമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഈ ചക്രം പറയുന്നത് ആ ഒരു ആഗ്രഹം പൂവണിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് ആവശ്യമായത് വിശ്വാസവും ക്ഷമയും മാത്രമാണ്. ഗുരുവായൂരപ്പനെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. അദ്ദേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു അത്ഭുതം കാണിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ ആത്മീയ ശീലം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വളരെ ലളിതമായ ഒരു കാര്യമാണ്. ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഗുരുവായൂരപ്പനെ ഓർത്ത് ഓം നമോ നാരായണായ എന്ന മന്ത്രം കുറഞ്ഞത് 21 പ്രാവശ്യം ജപിക്കാൻ ശ്രമിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകുകയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ചെയ്യും. 1-ാം നമ്പർ ചക്രം തിരഞ്ഞെടുക്കുന്നവരോട് ഗുരുവായൂരപ്പൻ പറയുന്ന അവസാന സന്ദേശം ഇതാണ്: നിന്റെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരാൻ പോകുന്നു. നീ വിശ്വാസം കൈവിടരുത്. നിങ്ങൾക്കിപ്പോൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കഥയുടെ അവസാനമല്ല. അത് ഒരു പുതിയ തുടക്കത്തിന്റെ മുൻകൂട്ടി വരുന്ന ഘട്ടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകട്ടെ. ഈ ഫലം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണമേ എന്ന് എഴുതുക. അതെഴുതുന്ന ഓരോരുത്തർക്കും ഗുരുവായൂരപ്പന്റെ കൃപ ലഭിക്കട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 1-ാം നമ്പർ ചക്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 2-ാം നമ്പർ ചക്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഈ ചക്രം തിരഞ്ഞെടുക്കാൻ കാരണമായത് യാദൃശ്ചികമായ ഒരു കാര്യമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് ഒരു പ്രത്യേക ചിഹ്നത്തിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അത് ഒരു ദൈവിക സൂചനയായി കരുതപ്പെടുന്നു. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ചക്രം പറയുന്ന സന്ദേശം വളരെ പ്രത്യേകമാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ വളരെ സ്നേഹമുള്ള മനസ്സുള്ള ആളുകളായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായ ഒരാളായിരിക്കാം. പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിൽ ഫലം ലഭിച്ചിട്ടില്ലെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ പോലും ആരും തിരിച്ചറിഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം. ഇത് പലർക്കും അനുഭവപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഈ ചക്രം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ഭാഗ്യം പതുക്കെ തുറക്കാൻ തുടങ്ങുന്ന ഘട്ടത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതെ, നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിരുന്ന തടസ്സങ്ങളും പ്രശ്നങ്ങളും ഇനി പതിയെ പതിയെ മാറിത്തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം വരാൻ പോവുകയാണ്. ചിലർക്ക് അത് ജോലിയുമായി ബന്ധപ്പെട്ട ഒരു നല്ല വാർത്തയായിരിക്കാം. നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അത് സാമ്പത്തിക പുരോഗതിയായി വരാം. ഇതുവരെ എത്ര ശ്രമിച്ചാലും പണം കയ്യിൽ നിൽക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി അത് മാറാൻ തുടങ്ങും. നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഇനി ഫലം ലഭിക്കാൻ തുടങ്ങും. ഈ ചക്രം മറ്റൊരു വലിയ സൂചനയും കൂടെ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ മാനസിക വിഷമം അവസാനിക്കാൻ പോവുകയാണ്. ചിലപ്പോൾ അത് കുടുംബത്തിലുള്ള പ്രശ്നമായിരിക്കാം, ചിലർക്ക് ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകലമായിരിക്കാം, ചിലർക്ക് അത് ദീർഘകാലമായി മനസ്സിൽ കിടന്നിരുന്ന ഒരു ഭയമായിരിക്കാം. പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നത് ഇതാണ്: നീ ഇത്രയും കാലം സഹിച്ചുവല്ലോ, ഇനി ഞാൻ നിന്നെ സന്തോഷിപ്പിക്കുന്ന സമയം വരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അടുത്ത 4 മുതൽ 8 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കാണാൻ സാധിക്കും. ഇത് ചിലർക്ക് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയായിരിക്കും.
കുറെ പേർ ഏറെ നാളായിട്ട് ഒരു നല്ല ബന്ധം ലഭിക്കാൻ കാത്തിരിക്കുന്നവരാണ്. അത്തരം ആളുകൾക്ക് ഒരു നല്ല ബന്ധം വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് കുടുംബത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള സംഭവം നടക്കാം. മറ്റൊരു പ്രധാന സൂചന കൂടി ഈ ചക്രം നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അവസരം വരാൻ പോവുകയാണ്. പക്ഷെ ആദ്യം നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയാതെ പോകാം. അത് ചെറിയ അവസരമായി തോന്നിയാലും അത് സ്വീകരിച്ചാൽ അത് പിന്നീട് വലിയ നേട്ടമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന അവസരങ്ങളെ ലഘുവായി കാണരുത്. ഗുരുവായൂരപ്പൻ ചിലപ്പോൾ വളരെ സാധാരണമായ രീതിയിലാണ് അനുഗ്രഹങ്ങൾ നൽകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വലിയ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾ വളരെ കാലമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഈ ചക്രം പറയുന്നത് ആ ഒരു ആഗ്രഹം വൈകിയാലും നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിന് നിങ്ങൾക്ക് വേണ്ടത് വിശ്വാസവും ക്ഷമയുമാണ്. ദൈവം ഒരിക്കലും ആരെയും മറക്കാറില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യവും അദ്ദേഹം കേൾക്കുന്നുണ്ട്. പക്ഷെ ശരിയായ സമയം വരുമ്പോഴാണ് അദ്ദേഹം അനുഗ്രഹം നൽകുന്നത്. 2-ാം നമ്പർ ചക്രം തിരഞ്ഞെടുക്കുന്നവരോട് ഗുരുവായൂരപ്പൻ പറയുന്ന സന്ദേശം ഇതാണ്: നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷത്തിന്റെ കാലം ആരംഭിക്കാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക മാത്രമാണ്. ദിവസവും ഒരു ചെറിയ ആത്മീയ ശീലം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദിവസവും രാവിലെ ഗുരുവായൂരപ്പനെ ഓർത്ത് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം 21 പ്രാവശ്യം ജപിക്കുക. അത് നിങ്ങളുടെ മനസ്സിന് ശാന്തിയും ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയും നൽകും. 2-ാം നമ്പർ ചക്രം തിരഞ്ഞെടുത്തവർക്ക് വളരെ അടുത്ത കാലത്ത് ഒരു സന്തോഷകരമായിട്ടുള്ള മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ഈ ഫലം നിങ്ങളുടെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണമേ എന്ന് എഴുതുക. അത് എഴുതുന്ന ഓരോരുത്തർക്കും ഗുരുവായൂരപ്പന്റെ കൃപയുണ്ടാകട്ടെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 2-ാമത്തെ ചക്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് 3-ാമത്തെ ചക്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളാണ് പറയുന്നത്. നിങ്ങൾ ഈ ചക്രം തിരഞ്ഞെടുക്കാൻ കാരണമായത് ഒരു സാധാരണ യാദൃശ്ചികത മാത്രമല്ല. പലപ്പോഴും നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക ചിഹ്നത്തിലേക്ക് ആകർഷിക്കുന്നത് ഒരു ദൈവിക സൂചനയായിരിക്കും. ഇന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത ഈ ചക്രം പറയുന്ന സന്ദേശം വളരെ ആഴമുള്ളതും പ്രത്യേകതയുള്ളതുമാണ്. ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ആശയക്കുഴപ്പം അനുഭവപ്പെടുന്നുണ്ടോ? എന്ത് ചെയ്യണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, എന്താണ് ശരി, എന്താണ് തെറ്റ്, ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും, എൻ്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായ വഴിയിലാണോ? എനിക്ക് എപ്പോഴാണ് ഒരു നല്ല സമയം വരിക? ഇത് പലർക്കും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു ഘട്ടമാണ്. പക്ഷെ ഈ ചക്രം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവ് വരാൻ പോകുന്നു. അതെ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥിതിയിൽ നിന്നും ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ്. ഇത് ചിലർക്ക് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട മാറ്റമായിരിക്കാം. നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്ക് സന്തോഷം നൽകാത്തതായിരിക്കാം. പക്ഷെ വളരെ പെട്ടെന്ന് ഒരു പുതിയ അവസരം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അതൊരു പുതിയ ജോലിയായിരിക്കാം, ചിലർക്ക് അതൊരു ബിസിനസ് അവസരമായിരിക്കാം, ചിലർക്ക് അത് മറ്റൊരു സ്ഥലത്തേക്ക് മാറാനുള്ള അവസരമായിരിക്കാം. ഈ ചക്രം മറ്റൊരു പ്രധാന സൂചനയും കൂടെ നൽകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില ആളുകൾ നിങ്ങളെ മനസ്സിലാകാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ തോന്നിയിട്ടുണ്ടാകാം. പക്ഷെ ഗുരുവായൂരപ്പൻ പറയുന്നത് ഇതാണ്: നീ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പമുണ്ട്. നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നിങ്ങളെ കൂടുതൽ ശക്തനായ വ്യക്തിയാക്കാൻ സഹായിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇനി വരാൻ പോകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി ഈ ചക്രം സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു പുതിയ തുടക്കം വരാൻ പോവുകയാണ്. അത് ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ അവസരം വലിയ വിജയമായി മാറാം. ചിലപ്പോൾ ഒരു ചെറിയ പരിചയം ജീവിതത്തിൽ വലിയ സഹായമായി മാറാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പുതിയ ആളുകളെയും അവസരങ്ങളെയും നന്നായി ശ്രദ്ധിക്കണം. ഗുരുവായൂരപ്പൻ പലപ്പോഴും അവസരങ്ങൾ മനുഷ്യരിലൂടെ തന്നെയാണ് നൽകുന്നത്. ഇനി മറ്റൊരു കാര്യവും കൂടെ പറയാം. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വലിയ ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം പലർക്കും അസാധ്യമായ കാര്യമെന്ന് തോന്നിയിട്ടുണ്ടാകാം. ചിലപ്പോൾ ആളുകൾ പറഞ്ഞിട്ടുണ്ടാകും അത് നടക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന്. പക്ഷെ ഈ ചക്രം പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ വെറുതെയാകില്ല എന്നതാണ്. അത് നടക്കാൻ സമയമെടുക്കാം. പക്ഷെ നിങ്ങളുടെ പരിശ്രമവും വിശ്വാസവും ഉണ്ടെങ്കിൽ അതിന് ഫലം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
ഇനി ഒരു ആത്മീയ സൂചന കൂടെ ഈ ചക്രം നൽകുന്നുണ്ട്. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംരക്ഷക ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അപകടങ്ങളും പ്രശ്നങ്ങളും നിങ്ങൾ അറിയാതെ തന്നെ ഒഴിവായിട്ടുണ്ടാകാം. അത് ദൈവത്തിന്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആത്മീയ ശീലം നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂരപ്പനെ ഓർത്ത് ഒരു ദീപം തെളിയിക്കാൻ ശ്രമിക്കുക. സാധിക്കുമെങ്കിൽ അത് വ്യാഴാഴ്ച ദിവസം തന്നെ ചെയ്യുക. ഇനി വ്യാഴാഴ്ച സാധിക്കാത്തവർക്ക് വെള്ളിയാഴ്ചയും ചെയ്യാവുന്നതാണ്. ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലോ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയ്ക്ക് മുന്നിലോ ആയിട്ട് ഒരു ദീപം, ഒരു മൺചിരാതിൽ നെയ്യൊഴിച്ച് ഒരു തിരിയിട്ട് തെളിയിക്കുക. ഇനി അതിന് സാധിക്കാത്തവർ നിത്യവും രാവിലെ 21 പ്രാവശ്യം ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. 3-ാം നമ്പർ ചക്രം തിരഞ്ഞെടുക്കുന്നവരോട് ഗുരുവായൂരപ്പൻ പറയുന്ന അവസാന സന്ദേശം ഇതാണ്: നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നു. നീ വിശ്വാസം കൈവിടരുത്. നിങ്ങൾ ഇപ്പോൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന കഥയല്ല. അത് ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിന് മുൻപുള്ള ഒരു ചെറിയ പരീക്ഷണ ഘട്ടം മാത്രമാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു സന്തോഷകരമായ മാറ്റം അനുഭവിക്കാൻ സാധിക്കും. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഈ ഫലം നിങ്ങളുടെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണമേ എന്ന് എഴുതുക. അത് എഴുതുന്ന ഓരോരുത്തർക്കും ഗുരുവായൂരപ്പന്റെ കൃപ ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 3-ാമത്തെ ചക്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ദൈവിക സന്ദേശ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.